ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ MVU 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മാത്യു കുഴിനാടൻ MLA മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ MVU 2.0 പദ്ധതിയിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഡോക്ടർ മാത്യു കുഴിനാടൻ MLA നിർവഹിച്ചു. ഈ പെറ്റ് ഹോസ്പിറ്റലും അതിൻ്റെ ആവശ്യകതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പലരും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വളർത്തുമൃഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ആക്റ്റീവായി ഇൻവോൾവ് ആണ്. അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സേവനം നമുക്ക് നല്ലതുപോലെ പബ്ലിസൈസ് ചെയ്ത് അല്ലെങ്കിൽ നല്ലപോലെ ജനങ്ങളിൽ എത്തിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ജനങ്ങൾക്ക് ഇത് ചെയ്യാൻ പാകത്തിനാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയർമാനോടൊന്ന് പറയുന്നത് വിചാരിച്ചു. അതുപോലെ പഞ്ചായത്ത് പറഞ്ഞിട്ട് നമ്മൾ ചെയർമാനെ സമയം നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നമുക്കൊരു ഈ മൊബൈൽ യൂണിറ്റായിട്ടൊന്ന് പോയി നമുക്കൊരു കോൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പോയി ഏതെങ്കിലും ഒരു സമയത്തൊന്ന് പോകണം. കാരണം എന്നാലേ ആളുകൾക്കത് കുറച്ചൊരു ഇന്നത്തെ രീതി വ്യത്യസ്തമാണല്ലോ. കാരണം ആളുകൾക്കത് അല്ല എന്നാണെങ്കിൽ നമുക്കൊരു ദിവസം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് കുറച്ചുമാരൊക്കെ നോക്കിയിട്ട് അപ്പം ഇങ്ങനെയൊരു സേവനം ഉണ്ടായിരുന്നു. നമ്മൾ വെറുതെ കേവലം ഒരു ഉദ്ഘാടനം ആണെന്ന് അറിയില്ല. കാരണം ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിൽ നമ്മളൊരു സംവിധാനം കൊണ്ട് സർക്കാരിൻ്റെ സംവിധാനം കൊണ്ട് ഇത്രയും കൊടുക്കണമെന്ന് മുടക്കിയാണ് ഇതുപോലെ സംവിധാനം കൊണ്ടുവരുന്നത്. ജനങ്ങൾക്ക് പ്രയോജനപ്പെടും. ജനങ്ങൾക്ക് അത് അറിയാമെങ്കിലേ അവരത് വിളിക്കത്തുള്ളൂ. അല്ലാതെ അവർ സ്വന്തമായിട്ട് അവരെ കൊണ്ടുപോയി ചോദിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കൂടി നമുക്ക് വെക്കണം. ഔപചാരികമായ ഉദ്ഘാടനം നമുക്കത് നടത്താം. മൂവാറ്റുപുഴ, പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള പഞ്ചായത്തുകളിലും മൂവാറ്റുപുഴ, കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റികളിലും ഇതിന്റെ സേവനം ലഭ്യമാകും. ഒരു ഡോക്ടറും അറ്റൻഡറും ഉൾപ്പെട്ട ഈ യൂണിറ്റിന്റെ പ്രവർത്തനം വൈകിട്ട് 6 മുതൽ രാവിലെ 5 മണി വരെയാണ്. ടോൾ ഫ്രീ നമ്പറായ 1962 വിളിച്ചാൽ സേവനം ലഭ്യമാകും. ഡോക്ടർ മാത്യു കുഴിനാടൻ MLA നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് അനുവദിച്ചത്. രാത്രികാലങ്ങളിൽ മൃഗങ്ങൾക്കുണ്ടാകുന്ന രോഗാവസ്ഥയിൽ വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്നതാണ് ഈ പദ്ധതിയെന്ന് ഡോക്ടർ മാത്യു കുഴിനാടൻ MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ്, പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS അലിയാർ, KP അബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശിവാഗോ തോമസ്, ഡോജിൻ ജോൺ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ G സജികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, ബെസ്റ്റിൻ ചേറ്റൂർ, അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ, കുഞ്ഞിമോൻ ഫിലിപ്പ്, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ലീന പോൾ, സെക്രട്ടറി ഇൻചാർജ് പ്രശാന്ത് TV തുടങ്ങിയവർ പങ്കെടുത്തു. ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി MBITS. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.